Good morning, everyone. Today, our topic is past perfect continuous tense. Okay, so directly going to the classes because last few days we were not able to discuss, and up to now we have covered the other forms of present tense and past tense. And today's class is on past perfect continuous tense. Okay, so any action that had already happened in the past that we are saying in past tense, and that action which was going on in the past or in the already what to say happened things, we are saying that in past progressive tense or past continuous tense. And after that we have covered past perfect tense, and last is, that is in the category past tense, the last is past perfect continuous tense. Okay, so where we have to use this past perfect continuous tense and how to convert a sentence into the past perfect continuous tense forms using that is making it into a question form, making it into a negative one, etc, etc. So that we will discuss today. Ready for that? Okay, so it is said that we are using past perfect continuous tense in order to say about an action that had already started in the past and it was continuing. At that time, another action from the past itself is interrupting that. മനസ്സിലായോ? അതായത് പാസ്റ്റിൽ നടന്നുകൊണ്ടിരുന്ന ഒരു ആക്ഷൻ, അത് സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു ആക്ഷൻ, കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു ആക്ഷൻ, അല്ലെങ്കിൽ ഒരു സ്റ്റേജ്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റസ്, അതിനെ പാസ്റ്റിൽ തന്നെയുള്ള മറ്റൊരു ആക്ഷൻ, വേറൊരു ആക്ഷൻ അതിനെ, അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷൻ അതിനെ തടസ്സപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻറ്ററപ്റ്റ് ചെയ്യുന്നു. ആ ഒരു സിറ്റുവേഷൻ കാണിക്കാനാണ് നമ്മൾ ഏത് ടെൻസ് യൂസ് ചെയ്യുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. രണ്ട് കാര്യങ്ങൾ ഓർമ്മിക്കുക. ഒന്ന്, പാസ്റ്റിലുള്ള നടന്നുകൊണ്ടിരുന്ന ഒരു ആക്ഷൻ, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലേ, ആ ഒരു ടെൻസിനെ നമ്മൾ പാസ്റ്റിൽ തന്നെയുള്ള മറ്റൊരു ആക്ഷൻ, അല്ലെങ്കിൽ മറ്റൊരു എന്താ പറയുക, ഒരു സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സാഹചര്യം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ബ്രേക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതവിടെ സ്റ്റോപ്പ് ആവുന്നുണ്ടെങ്കിൽ, അത്തരം സിറ്റുവേഷൻസ് കാണിക്കാനാണ് നമ്മൾ ഏത് ടെൻസ് യൂസ് ചെയ്യുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ പറയാറുള്ള പോലെ തന്നെ റൂൾസ് പറയുമ്പോൾ നമ്മൾക്ക് വളരെ വലിയ വിഷമമൊക്കെ തോന്നും, മീൻസ് കൺഫ്യൂസിങ് ആയിട്ടൊക്കെ ചിലപ്പോൾ തോന്നാം. പക്ഷേ നമ്മൾ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോഴോ അല്ലെങ്കിൽ അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴോ എളുപ്പമായിരിക്കും. ഓക്കെ, സോ പേടിക്കാനൊന്നുമില്ല. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ രണ്ട് ആക്ഷൻസ് അവിടെ നടക്കുന്നുണ്ടാവും എന്ന് ഓർമ്മിക്കുക. അതായത് ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ, അതായത് പാസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മറ്റൊരു ആക്ഷൻ അതിനെ ഹിൻഡർ ചെയ്യുക, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുക, അതിനെ സ്റ്റോപ്പ് ആവുന്ന വിധത്തിൽ ഏതെങ്കിലും ഒരു ആക്ഷൻ, മറ്റൊരു സെക്കൻഡ് ആക്ഷൻ അവിടെ സംഭവിക്കുക. അത്തരം ടെൻസ് ഫോംസ് കാണിക്കാനാണ് നമ്മൾ, അല്ലെങ്കിൽ അത്തരം സിറ്റുവേഷൻസ് കാണിക്കാനാണ്, അതിനെപ്പറ്റി പറയാനാണ് നമ്മൾ ഏത് ടെൻസ് യൂസ് ചെയ്യുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ യു ക്യാൻ see the example provided there is, I had been working in a private company for 5 years when I got government job. So two actions are there, or two situations are there. That is, I was working in a private sector. That is the first thing. I got a government job. That is the second thing. അപ്പോൾ രണ്ടും പാസ്റ്റിൽ നടന്നു കഴിഞ്ഞ കാര്യമാണ്. ഒന്ന്, ഞാൻ പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു 5 വർഷത്തേക്ക്. അപ്പോഴാണ് എനിക്ക് ഗവൺമെൻറ് സർവീസിൽ ജോബ് കിട്ടിയത്. ഇത് രണ്ടും പാസ്റ്റിലുള്ള ആക്ഷൻസ് ആണല്ലോ, അല്ലേ? അപ്പോൾ ആ രണ്ട് പാസ്റ്റിലുള്ള ആക്ഷൻസും കാണിക്കാനും വേണ്ടി ആദ്യത്തെ ആക്ഷൻ ഏതാണ്? ഫസ്റ്റിലത്തെ ആക്ഷൻ ഏതാ? ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ എ പ്രൈവറ്റ് സെക്ടർ ഫോർ 5 ഇയേഴ്സ്. കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഞാനൊരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എന്ത് സംഭവിച്ചത്? ഐ ഗോട്ട് എ government job. So two actions are there. And what was our that is discussion based on? We were saying that past perfect continuous tense is used in order to show an action
that had been happening in the past. At that time another action influenced it. Okay, so read the example. That is, I had been working in a private company for 5 years when I got a government job. Understood that example? Is it clear? Then she had been preparing the dinner when the telephone rang. എന്താണ്? 2 ആക്ഷൻസ് നടന്നു. ഒന്ന്, അവൾ ഡിന്നർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ ടെലിഫോൺ റിങ് ചെയ്തു. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ 2 ആക്ഷൻസിനെ കാണിക്കാനും വേണ്ടി പാസ്റ്റിൽ തന്നെയുള്ള ഒന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊന്ന് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിലുള്ള ടെൻസ് ഫോംസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ക്ലിയർ ആയല്ലോ? സോ ട്രൈ ടു ഫൈൻഡ് ഔട്ട് മോർ ആൻഡ് മോർ എക്സാമ്പിൾസ് ഫോർ ദാറ്റ് ആൻഡ് വിൽ നൗ discuss, that is how we can construct sentences using the same tense form in positive sense, negative sense, then WH question form, yes or no question and short answer form. നമ്മൾ സാധാരണ പറയാറുള്ള പോലെ തന്നെ അല്ലേ നമ്മളുടെ ക്ലാസ്സുകളെല്ലാം ബേസ് ചെയ്തത് അങ്ങനെയുള്ള ഒരു സെൻറ്റൻസിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് വാട്ട് ഈസ് ദ എക്സാമ്പിൾ ഹിയർ? അതിൽ ഒരു പോയിൻ്റ് കൂടി പറയാനുള്ളത്, സബ്ജക്റ്റ് പ്ലസ്, അതാണ് നമ്മൾക്ക് മെയിനായിട്ട് വേണ്ടത് അല്ലേ? അതിനായിരിക്കും നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് അതിനെ കൺസ്ട്രക്റ്റ് ചെയ്യാന്നുള്ളത്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ്, ഹാഡ് HAD, സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് BEEN, ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING. മനസ്സിലായല്ലോ? സംഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന ആ കാര്യം പറയാനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോമാറ്റ് ഇതാണ്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് BEEN, ബീൻ പ്ലസ് വേർബ് പ്ലസ് ING. അണ്ടർസ്റ്റുഡ് ദാറ്റ്? അതാണ് ബേസ് ഫോം. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ബേസ് ഫോം എന്താണ്? ക്ലിയർ? സോ ഇൻ ദ എക്സാമ്പിൾ യു ക്യാൻ സേ ദാറ്റ് Matthew had been collecting the data when his supervisor asked him to change the topic. Matthew, subject, had been shows that it is past perfect continuous form. collect plus ING form. ING forms എപ്പോഴും കണ്ടിന്യൂസ് ടെൻസ് കാണിക്കാൻ എപ്പോഴും ING ഫോംസ് യൂസ് ചെയ്യണം. ഇതിൽ നമ്മൾക്കുള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് അധികം കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊന്നും ഓർമ്മിക്കാനില്ല. അതായത് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING ഓർമ്മിച്ചാൽ മതി. ഹാഡ് എന്നുള്ള ആ ഒരു സംഭവം മാത്രം ഓർമ്മിച്ചാൽ മതി. അതേസമയം നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് പഠിക്കുന്ന സമയത്ത് ഹാസും ഹാവും രണ്ടും ഓർമ്മിക്കണമായിരുന്നു അല്ലേ? അതായത് സിംഗുലറിനാണെങ്കിൽ ഹാസ്, പ്ലൂറലിനാണെങ്കിൽ ഹാവ്, പിന്നെ ഐയും യുവും സിംഗുലർ ആണെങ്കിലും അതിനെ പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യണം. ഇത്തരം കുറേ കാര്യങ്ങൾ പ്രസൻറ്റ് ടെൻസിൽ ഓർമ്മിക്കാനുണ്ടായിരുന്നു. പക്ഷേ when it comes to the case of past tense, we should remember that if it is perfect tense and if it is perfect continuous tense, then we are using subject plus had plus been plus verb plus ING form. Clear? ഇപ്പോൾ മനസ്സിലായില്ല എന്താണെന്ന്? എളുപ്പമല്ലേ? അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? മാത്യു ഹാഡ് ബീൻ കളക്റ്റിംഗ്, മാത്യു ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതുവരെ? വെൻ ഹിസ് സൂപ്പർവൈസർ ആസ്ക്ഡ് ഹിം ടു ചേഞ്ച് ദ ടോപ്പിക്. അവൻ്റെ സൂപ്പർവൈസർ അവനോട് ടോപ്പിക്ക് ചേഞ്ച് ചെയ്യാൻ പറയുന്നത് വരെയും he was collecting the data. So we want to say that in past perfect continuous tense we are saying Matthew had been collecting. Clear? മനസ്സിലായല്ലോ? അടുത്തതിലേക്ക് പോവാം. അടുത്തത് എന്താണ്? നെഗറ്റീവാണ്. നെഗറ്റീവിലും വളരെ എളുപ്പമാണ്. അതായത് പോസിറ്റീവ് സെൻസിൽ പറഞ്ഞ കാര്യത്തെ നമ്മൾ നെഗറ്റീവിലേക്ക് മാറ്റുമ്പോൾ അവിടെ ആകെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്താണ്? ഹാഡിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്യണം. അത്രയേ ഉള്ളൂ. അത് നമുക്കറിയാവുന്നതാണല്ലോ. നമ്മളിപ്പോൾ കുറേ നെഗറ്റീവ് ഫോംസും WH ഫോംസും അതുപോലെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ അത് നമ്മൾ തറവായിട്ട് തറവാക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നോട്ടാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. നോട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഏതിൻ്റെ കൂടെയാണ്? ഈ കേസിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ കേസിൽ ഹാഡിൻ്റെ കൂടെയാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്? നോട്ട് ആഡ് ചെയ്യുന്നത്.
അപ്പം നോക്കാം, വാട്ട് ഈസ് ദ എക്സാമ്പിൾ? മാത്യു ഹാഡിൻ ബീൻ കളക്ടിങ് ദ ഡേറ്റ വെൻ ഹിസ് സൂപ്പർവൈസർ ആസ്ക്ഡ് ഹിം ടു ചേഞ്ച് ദ ടോപ്പിക്. Once more, Matthew hadn't been collecting, had plus int, hadn't been collecting the data when his supervisor asked him to change the topic. Clear? അടുത്തതിലേക്ക് പോവാം. മനസ്സിലായല്ലോ? ഓക്കെ. സോ WH ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ അത് സ്റ്റാർട്ട് ചെയ്യുക എന്ത് വെച്ചിട്ടാണ്? WH വേർഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. വൈ, വാട്ട്, വെൻ, ഹൗ മെനി, ഹൗ ലോങ്, ഹൗ ഫാർ, വിച്ച്, വേർ, എക്സെട്ര. സോ ഹിയർ ഡേറ്റ കളക്ട് ചെയ്യുകയായിരുന്നു. അപ്പോൾ എന്താ നമ്മൾ ചോദിക്കേണ്ടത്? എന്ത് ചെയ്യുകയായിരുന്നു എന്നാ ചോദിക്കുക അല്ലേ? അപ്പോൾ എന്ത് എന്നുള്ളതിന് എന്താ വേർഡ്? വാട്ട്. എന്ത് കളക്ട് ചെയ്യുകയായിരുന്നു? ഡേറ്റ കളക്ട് ചെയ്യുകയായിരുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ വാട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അതൊരു പ്ലേസ് ആയിരുന്നെങ്കിൽ വേർ പറയും, ടൈം ആണെങ്കിൽ വെൻ പറയും. ഓക്കെ. സോ വാട്ട് ഈസ് ദ എക്സാമ്പിൾ ഹിയർ? What had Matthew been doing when his supervisor asked him to change his topic? What had Matthew been doing when his supervisor asked him to change his topic? മാത്യു എന്ത് ചെയ്യുകയായിരുന്നു? എന്ത് കളക്ട് ചെയ്യുകയായിരുന്നു? അല്ലെങ്കിൽ എന്ത് ചെയ്യുകയായിരുന്നു? ഡേറ്റ കളക്ട് ചെയ്യുകയായിരുന്നു. മനസ്സിലായല്ലോ? എളുപ്പമല്ലേ? ഒന്നും ടെൻഷൻ ആവാനൊന്നുമില്ല, എളുപ്പമാണ്. വാട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് അത് മനസ്സിലായല്ലോ? പിന്നെ ഹാഡ് എന്നുള്ളത് നമ്മളുടെ പെർഫെക്റ്റ് ടെൻസിനെ കാണിക്കാൻ. ഏത് പെർഫെക്റ്റ് ടെൻസ്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പഠിക്കുമ്പോൾ ആകെ ഹാഡ് മാത്രം പഠിച്ചാൽ മതിയാവും. മനസ്സിലായല്ലോ? ഇനി കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ബീനും കൂടി ഒന്നങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. BEEN. അണ്ടർസ്റ്റുഡ്? സോ വാട്ട് ഹാഡ് മാത്യു ബീൻ ഡൂയിങ് അല്ലേ? കളക്റ്റിംഗ് അവിടെ പറയാൻ പറ്റുമോ? കളക്റ്റിംഗ് എന്ന് പറയുമ്പോൾ അത് ആൻസർ ആയില്ലേ? അപ്പോൾ നമ്മൾ എന്താ ചോദിക്കുക? ക്വസ്റ്റ്യൻ ചോദിക്കണ്ടേ? വാട്ട് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണല്ലോ. അപ്പോൾ എന്ത് കളക്ട് ചെയ്യുകയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കളക്ട് എന്ന് നമുക്ക് ചോദിക്കാം. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന കൺസ്ട്രക്ഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? വാട്ട് ഹാഡ് മാത്യു ബീൻ ഡൂയിങ്? മാത്യു എന്ത് ചെയ്യുകയായിരുന്നു? അവൻ്റെ സൂപ്പർവൈസർ അവനോട് ടോപ്പിക്ക് ചേഞ്ച് ചെയ്യാൻ പറയുന്നത് വരെയും മാത്യു എന്ത് ചെയ്യുകയായിരുന്നു? മനസ്സിലായല്ലോ? അപ്പോൾ മാത്യു ഡേറ്റ കളക്ട് ചെയ്യുകയായിരുന്നു. ക്ലിയർ? ഓക്കെ. നൗ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മൾ വീണ്ടും പറയുന്നത് പോലെ തന്നെ, ഇതൊക്കെ ഇപ്പോൾ ടിപ്പിക്കൽ വേർഡ്സായി എപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ. കാരണം എപ്പോഴും ക്ലാസ്സുകളിൽ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ക്ലാസ്സുകൾ 12 ഫോംസ്, അതായത് പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, സിമ്പിൾ പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനിയിപ്പോൾ ഫ്യൂച്ചർ പറയുമ്പോഴും സെയിം പ്രോസസ്സ് തന്നെ. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഈതർ, ഡിഡ് ഓർ ഹാഡ് അല്ലേ? പെർഫെക്റ്റ് ആകുമ്പോൾ നമ്മൾ ഏത് തന്നെ യൂസ് ചെയ്യണം? ഹാഡ് തന്നെ യൂസ് ചെയ്യണം. ഇനി കണ്ടിന്യൂസ് ആകുമ്പോൾ ബീൻ തന്നെ വേണം അതിൻ്റെ കൂടെ. മനസ്സിലായല്ലോ? അപ്പോൾ എല്ലാത്തിനും ഒരു ഹിൻറ്റ് ഉണ്ട്. സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ അതിനൊരു ഹിൻറ്റ് ഉണ്ട്, പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലും ഉണ്ട്. അപ്പോൾ ആ ഒരു ഹിൻറ്റ് എന്താണെന്നുള്ള, അല്ലെങ്കിൽ ആ ന്യൂക്ലിയസ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ്. ഒന്നും ടെൻഷൻ ആവാനൊന്നുമില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് വരുമ്പോൾ എളുപ്പമാവും. ഓക്കെ. സോ ഹിയർ യു ക്യാൻ സീ ദാറ്റ് ഹാഡ് മാത്യു ബീൻ കളക്ടിങ് ദ ഡേറ്റ വെൻ ഹിസ് സൂപ്പർവൈസർ ആസ്ക്ഡ് ഹിം ടു ചേഞ്ച് ഹിസ് ടോപ്പിക്? അവൻ ഡേറ്റ കളക്ട് ചെയ്യുകയായിരുന്നോ? അവൻ്റെ സൂപ്പർവൈസർ അവനോട് ടോപ്പിക് ചേഞ്ച് ചെയ്യാൻ പറയുമ്പോൾ അവൻ ഡേറ്റ കളക്ട് ചെയ്യുകയായിരുന്നോ? അപ്പോൾ ഹാഡ് എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റിനെ കാണിക്കുന്നു. പിന്നെ മാത്യു എന്നുള്ള സബ്ജക്റ്റ്, അതിനുശേഷം ബീൻ എന്നുള്ളത് കണ്ടിന്യൂസ് ഫോമാണെന്ന് കാണിക്കുന്നു. ബീൻ മാത്രമല്ല, വേർബിൻ്റെ കൂടെ ING ഫോം കൂടി ആഡ് ചെയ്യുക. പിന്നെ ഫൈനലി നമ്മൾ പറയുന്നത് ക്വസ്റ്റ്യൻ വേർഡ് ആകുമ്പോൾ ക്വസ്റ്റ്യൻ സെൻറ്റൻസ് ആകുമ്പോൾ അത് ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ ഫൈനലി ആഡ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഇനി അതിൻ്റെ ആൻസർ എന്താണ്? ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, ഹി ഹാഡ് ബീൻ കളക്ടിങ് ഇറ്റ്. നോ, ഹി ഹാഡിൻറ്റ് ബീൻ. ക്ലിയർ? യെസ്, അവൻ കളക്ട് ചെയ്യുകയായിരുന്നു. നോ, അവൻ കളക്ട് ചെയ്യുകയായിരുന്നില്ല. ക്ലിയർ ആണല്ലോ? എളുപ്പമല്ലേ? ഓക്കെ. അപ്പം റിപ്പീറ്റ് ചെയ്ത് വീണ്ടും പറയുന്നില്ല. രണ്ട് കാര്യങ്ങൾ ഓർമ്മിക്കുക. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ ഓർമ്മിക്കുക? ഹാഡ് വേണം, ബീൻ വേണം, വേർബിൻ്റെ ING ഫോമും വേണം. ഇതെല്ലാം ഉണ്ടായാലും സബ്ജക്റ്റ്
നിർബന്ധമായും വേണം. അതില്ലെങ്കിൽ എല്ലാ വാതിലുകളും അടച്ചിട്ട് ഫ്രണ്ടിലത്തെ വാതിൽ തുറന്നു വെച്ചതുപോലെ ആകും അല്ലേ? അപ്പോൾ എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അതിൽ പ്രധാനപ്പെട്ടത് സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് എന്തായാലും അവിടെ വെക്കണം. സോ ഹിയർ ദ സബ്ജക്റ്റ് ഇൻ അവർ എക്സാമ്പിൾസ് മാത്യു, അതാണ് സബ്ജക്റ്റ്. പിന്നെ ഹാഡ് എന്നുള്ളത് പെർഫെക്റ്റ് ടെൻസിനെ കാണിക്കുന്നു. ബീൻ എന്നുള്ളത് കണ്ടിന്യൂസ് ഫോം ആണെന്ന് കാണിക്കുന്നു. ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. Okay, so go through this examples once more. Try to find out more and more examples. And that's all for today's class. Have a nice day to all of you. Enjoy the classes and do start your studies because the exams will be during the month of May itself. Okay, thank you.